ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എന്താ പറയുക ഞാൻ ഡെൽറ്റ എക്സ്ചേഞ്ചിൽ നിന്നല്ല BTCയിലേക്ക് ഒരു ക്രിപ്റ്റോയിൽ ചെയ്ത ട്രേഡാണിത്. ഇത് നമ്മുടെ നിയർലി ടാർഗറ്റ് എത്തിയിട്ടുണ്ട്. നമ്മുടെ സമയം 9:02 ആയിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഇത് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ട്രേഡിൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റാണ്. ഇന്നലെ വൈകിട്ട് 4:30 സമയത്ത് എടുത്ത ട്രേഡാണ്. സ്റ്റിൽ നമ്മൾ 1:11 അപ്പോൾ ഉള്ള ട്രേഡായിരുന്നു. എന്താ പറയുക, ടൈമൊക്കെ നിങ്ങൾക്ക് കൂടെ കാണാം. ഈ ഒരു സമയം ഇവിടെയാണ് നമ്മൾ ട്രേഡ് എടുത്ത സമയം. അതിനുശേഷം മാർക്കറ്റ് അതിന് ശേഷം താഴേക്ക് വന്നിട്ടില്ല. നമ്മുടെ സ്റ്റോപ്പ് ലോസ് സെർച്ച് ചെയ്തില്ല. അത്യാവശ്യം നല്ല റിസ്ക് റിവാർഡുള്ള ട്രേഡാണ്. 1:10 അബോവ് ഒക്കെ ഉള്ള ട്രേഡാണ്. 1:11 അബോവ് ഉള്ള ട്രേഡാണ്. അതായത് ലോസ് $8 എൻ്റെ. ഇപ്പോൾ ഓൾറെഡി $80 പ്രോഫിറ്റിലാണ്. സ്റ്റോപ്പ് ലോസ് $8 ആയിരുന്നു. ടാർഗറ്റ് $90 അബോവ് ആണ് ഞാൻ വെച്ചത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ ആർക്കെങ്കിലും ഡെൽറ്റ എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർക്ക്, താല്പര്യമുള്ളവർക്ക് ഞാനിവിടെ ഐ ബട്ടണിൽ ലിങ്ക് കൊടുക്കാം. എങ്ങനെയാണ് ഒരു ഡിമാറ്റ് അക്കൗണ്ട് സിമ്പിളായിട്ട് ഒരു മിനിറ്റ് കൊണ്ട് ഓപ്പൺ ചെയ്യുക, ഫ്രീ ആയിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളത് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക്, എൻ്റെ ലിങ്ക് വഴി ഓപ്പൺ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് 2 മാസം ബ്രോക്കറേജിൽ 10% ഡിസ്കൗണ്ട് ഉണ്ടാവും. അതുപോലെ ഞാനൊരു പ്രൈവറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഡെൽറ്റ എക്സ്ചേഞ്ചിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ. അതിൻ്റെ ആക്സസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ, സംഭവം ഡെൽറ്റ എക്സ്ചേഞ്ചിൻ്റെ ഇതിൽ ലീഗലായിട്ട് ഇന്ത്യയിൽ ചെയ്യാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ്. ഇതിൽ നിങ്ങൾക്ക് പിന്നെ എന്താ പറയുക, ട്രേഡിങ്ങിൽ ഓപ്ഷൻ ട്രേഡിങ് ചെയ്യുന്ന പോലെ തീറ്റാടിക്കേണ്ട ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. എത്ര ടൈം എടുത്താലും ടാർഗറ്റിലെടുത്താലും ലോസ് അങ്ങനെ ഒരു ഇതുണ്ട്. നമുക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തെന്ന് വിചാരിച്ച് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. അത്യാവശ്യം ലിവറേജും കിട്ടും. പക്ഷേ ഞാൻ 10x ലിവറേജ് എടുത്തിട്ടാണ് ചെയ്യാറുള്ളത്. പിന്നെ ട്രേഡിങ് ഈസിയാണെന്ന് കരുതിയിട്ട് ആരും ഇതിലേക്കും വരരുത്. എല്ലാ ട്രേഡിങ് പോലെ തന്നെ. സമയം 9:13 നമ്മുടെ ടാർഗറ്റ് എത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ ട്രേഡിങ് ഈസിയാണെന്ന് കരുതിയിട്ട് ആരും ഇതിലേക്ക് വരരുത്. ട്രേഡിങ്, എല്ലാ ട്രേഡിങ്ങും എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല മൈൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ വേണ്ടതാണ്. നമ്മളതിൽ $81 ഇപ്പോൾ പ്രോഫിറ്റായി. അത്യാവശ്യം ആ ഒരു ലെവലിൽ നമ്മുടെ മൈൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ റെഡി ആയവർക്ക് മാത്രം പോസിബിളായ സംഭവമാണ്. അപ്പോൾ ട്രേഡിങ് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പേപ്പർ ട്രേഡ് ചെയ്ത് വലിയ പൈസ ചിലവില്ലാതെ പഠിച്ചതിന് ശേഷമൊക്കെ റിയലായിട്ട് ചെയ്യാം. ജസ്റ്റ് ഡെമോ അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഡെമോ ട്രേഡും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇതിൽ, ഈ ഒരു ഡെൽറ്റ എക്സ്ചേഞ്ചിൽ. ഓക്കെ, നമ്മുടെ നിഫ്റ്റിയുടെ ലെവൽസ് ഏതാണെന്ന് നോക്കാം. നിഫ്റ്റി അപ്സൈഡ് ലിക്വിഡിറ്റിൻ്റെ മുകളിലാണ് ഇന്നിപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആവുന്നത്. 22,943.70 അപ്സൈഡ് ലിക്വിഡിറ്റി. അതിൻ്റെ മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത്. അപ്പോൾ നമുക്ക് ഡൗൺ സൈഡിലേക്കായിരിക്കും ഫസ്റ്റ് അറ്റംപ്റ്റ് ചാൻസ് ഉണ്ടാവുക. ഇനി ബാങ്ക് നിഫ്റ്റിയിലായാലും, ബാങ്ക് നിഫ്റ്റി അപ്സൈഡ് ലിക്വിഡിറ്റിൻ്റെ ഏരിയൻ്റെ ഒക്കെ മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത്. 48,642 ഈ ഒരു ഏരിയയിലും അപ്സൈഡ് ലിക്വിഡിറ്റി ഉണ്ട്. അപ്പം ഓൾറെഡി ഇപ്പോൾ അപ്സൈഡ് ലിക്വിഡിറ്റിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ നമ്മൾ ഇനീഷ്യൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയിലായാലും ബാങ്ക് നിഫ്റ്റിയിലായാലും ഏതിലാണ് അവസരം കിട്ടുന്നത് അത് താഴേക്ക് തന്നെ ആയിരിക്കും ട്രേഡ് ഉണ്ടാവുക. അതാണ് ഫസ്റ്റ് ട്രേഡ് ഞാൻ ചെയ്യാം. ഓക്കെ, 9:14 സമയം ഓപ്പൺ ആവാനായിട്ടുണ്ട്. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 9:21 നമുക്കൊരു പുട്ട് ഓപ്ഷൻ എടുക്കാൻ ഒരു ചാൻസ് ഉണ്ട് മാർക്കറ്റിൽ. നമ്മുടെ അപ്സൈഡ് ലിക്വിഡിറ്റിൻ്റെ മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു ലിക്വിഡിറ്റി ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നിഫ്റ്റിയുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് 22,900 പുട്ട് ഓപ്ഷൻ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിടാം. അതിൻ്റെ പ്രീമിയം ഇപ്പോൾ 137 റേഞ്ചിലാണുള്ളത്. നമുക്ക് കുറച്ച് താഴെ വരണം, കാരണം ലിക്വിഡിറ്റി ഏരിയയിലേക്ക് ക്രിയേറ്റ് ചെയ്താൽ പോയാലേ നമുക്ക് ട്രേഡ് എടുക്കുള്ളൂ. ഒരു 117 റേഞ്ചിലേക്കൊക്കെ വരികയാണെങ്കിൽ നമുക്കൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം. ഈ ഒരു ഏരിയയിലേക്ക് എത്തണം മാർക്കറ്റ്. തിരിച്ച് വരുന്നുണ്ട്. നമുക്ക് എൻട്രി എടുക്കാൻ കുറച്ചും കൂടി മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം. നമുക്ക് റെഡിയാക്കി നിർത്താം. നമ്മുടെ ക്വാണ്ടിറ്റി ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. എന്നിട്ട് റെഡിയാക്കി നിർത്താം. ആ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ട്രേഡ് എടുക്കും. ഓക്കെ, എത്തിയിട്ടില്ല. സ്റ്റിൽ ആ ഒരു ഏരിയ തന്നെയാണ്. മാർക്കറ്റ് ഒന്നും മുകളിലേക്ക് പോയാലേ നമ്മളൊരു ഡൗൺ സൈഡ് ട്രേഡിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുള്ളൂ. നമ്മുടെ എൻട്രി ഏരിയൻ്റെ തൊട്ടടുത്ത് വരെ മാർക്കറ്റ് വന്നിട്ട് തിരിച്ച് താഴേക്ക് തന്നെ ഒന്നുമില്ല. അതായത് 9:22 വരെ വന്നു. 931.90 മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളൊരു ഡൗൺ സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യുമായിരുന്നു. പക്ഷേ മാർക്കറ്റ് വീണ്ടും താഴേക്ക് തന്നെ വന്നു. നമുക്ക് എൻട്രി കിട്ടിയിട്ടില്ല. ഏതായാലും എൻട്രി വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 10:05 നമ്മുടെ ടാർഗറ്റിൻ്റെ തൊട്ടടുത്തിട്ടുണ്ട് കേട്ടോ BTC ട്രേഡ്. അതിന് ഇത് ടാർഗറ്റ് അടിച്ചിട്ട് ട്രേഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ. ഏതായാലും നമുക്ക് ടാർഗറ്റിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് 1:11 റേഞ്ചിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. 1:11 ഒക്കെ കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് എന്താ പറയുക, ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് എപ്പോഴും. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യേണ്ട കേട്ടോ ചാനലിൽ. അതിന് മുമ്പ് ജസ്റ്റ് ട്രേഡ് എടുത്ത കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ട്രേഡ് എക്സിറ്റ് ചെയ്ത് കണ്ടോ, 10:05 $1 നമുക്ക് എക്സിറ്റ് ചെയ്യാൻ വേണ്ടി ബ്രോക്കറേജ് വന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കുക. അതുപോലെ എൻട്രി എടുത്തത് മാർക്കറ്റ് പ്രൈസിലാണ്. നോർമലി ലിമിറ്റ് പ്രൈസിലാണ് $0.4 വരുന്നത്. 27-ാം തീയതി 4:22 എൻട്രി എടുത്തത്. എൻട്രി ചെയ്ത പ്രൈസ് ഇവിടെ കാണാം.
98,383 എൻട്രി വന്നത്. അതുപോലെ 1,32,042,048 എക്സിറ്റ് വന്നത്. അത്യാവശ്യം നല്ല 1:11 റേഞ്ചിൽ ടാർഗറ്റ്. 20 ലോട്ട്സ് ആണ് അടുത്ത്. നിങ്ങൾക്കറിയാം ഈ ഒരു ട്രേഡിൽ എനിക്ക് ചിലപ്പോൾ 10x ലിവറേജ്, അതിന് 100-200 ഒക്കെ ഇതിലുണ്ട്. ഇതിലിപ്പോൾ എനിക്ക് $97 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഈ $97 പകരം എനിക്ക് എന്താ പറയുക $970 വാങ്ങാം, അല്ലെങ്കിൽ $2,000 വരെ പ്രോഫിറ്റ് ഉണ്ടാക്കാം. ബ്രോക്കറേജ് ഫുള്ള് യൂസ് ചെയ്യുകയാണ് ലിവറേജ്. പക്ഷേ ഞാൻ എൻ്റെ മാക്സിമം എന്താ പറയുക മാക്സിമം ഒരു ദിവസം 1% ആണ് ലോസ്. അതിനനുസരിച്ചിട്ടുള്ള എമൗണ്ട് വെച്ചേ ട്രേഡ് എടുക്കാറുള്ളൂ. നമ്മൾ ഒരു ദിവസം തന്നെ എന്താ പറയുക $2,000 പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ട്രേഡാത് എൻ്റെ മാക്സിമം ലിവറേജ്. അതൊക്കെ നമ്മൾ മൈൻഡിൽ വെച്ചിട്ട് വലിയ എമൗണ്ട് ചെയ്യുമ്പോൾ 1-2 SL വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പം എപ്പോഴും നമ്മളെ മാക്സിമം നമ്മുടെ എന്താ പറയുക നമ്മുടെ സെറ്റപ്പിനനുസരിച്ചുള്ള ലിവറേജ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാവില്ല ട്രേഡിങ്ങിൽ എന്ന് പറഞ്ഞാൽ. ചിലപ്പോൾ ഇന്ന് പ്രോഫിറ്റാണ്, ഇനി അടുത്ത 4 ദിവസം 4 SL ആയിരിക്കും ചിലപ്പോൾ. എനിക്ക് പറയാൻ പറ്റില്ല, ട്രേഡിങ് അങ്ങനെ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ളൊരു എപ്പോഴും റിസ്ക് റിവാർഡ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ട്രേഡിങ്ങിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. നിഫ്റ്റിയിൽ ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്ത ഏരിയയിലേക്ക് മാർക്കറ്റ് പിന്നെ വരാതെ താഴേക്ക് തന്നെ പോയതാട്ടോ. അതിനുശേഷം പിന്നെ ഞാൻ ആ ട്രേഡ് എടുത്തില്ല, ഇനി ഇത് എക്സിറ്റ് ചെയ്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് നിന്നതാണ്. ഇനി ഒരു അവസരം കിട്ടുകയാണെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം. ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ഫസ്റ്റ് ക്യാൻഡിൽ മുകളിലേക്ക് പോയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഒരു ട്രേഡ് വേണമെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ വരികയാണെങ്കിൽ പ്ലാൻ ചെയ്യാം. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 10:20 നമുക്കൊരു ഡൗൺ സൈഡ് ട്രേഡിന് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ. നമുക്കൊരു ട്രേഡ് നോക്കാം. ഒരു 48,825 എന്നുള്ള OB ഏരിയന് തൊട്ടടുത്താണ്. എടുക്കുകയല്ല, നമുക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്യാം. ഫസ്റ്റ് ട്രേഡ് എടുക്കാം, നോക്കാം. ഓക്കെ, ഒരു ബൈ ചെയ്യാം. പുട്ട് ഓപ്ഷൻ 48,800 പുട്ട് ഓപ്ഷനാണ് ബൈ ചെയ്തത്. 432 നമുക്ക് എൻട്രി കിട്ടിയത്. പ്രോപ്പർ ഏരിയ തന്നെയാണ്. ടാർജറ്റ് ഉണ്ട്, ഇന്നത്തെ ഡേയിലൊക്കെ ടാർജറ്റ് വെക്കാൻ പറ്റിയ ഒരു ഏരിയ തന്നെയാണ്. അപ്പ് സൈഡ് ലിക്വിഡിറ്റി എടുത്തുകൊണ്ട് ഇന്നത്തെ ഡേയിലോ ടാർജറ്റ് വെക്കാം. കാരണം ഡൗൺ സൈഡിൽ വേറെ ലിക്വിഡിറ്റി ഒന്നും ക്രിയേറ്റ് ആയിട്ടില്ല. നമുക്ക് അപ്പ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് എടുത്തിട്ടുണ്ട്. നിഫ്റ്റിയിൽ ഇതുപോലെ ഒരു എന്താ പറയുക മാർക്കറ്റ് പ്രത്യേകിച്ചൊരു പ്രൈസ് ആക്ഷൻ ഒന്നും വന്നിട്ടില്ല. 1 മിനിറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പ് സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ട് ഒരുപാട് ലിക്വിഡിറ്റി എടുത്തിട്ട് മാർക്കറ്റ് താഴേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ബാങ്കിലാണ് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രേഡ് ചെയ്തത്. കാരണം ബാങ്ക് ഫസ്റ്റ് ക്യാൻഡിലുള്ളിലായത് കുറേ നേരം, അതുകൊണ്ട് അത് കടന്നിട്ടൊക്കെ നോക്കിയിട്ടാണ് ചെയ്തത്. പിന്നെ ആ ഒരു ട്രേഡ് ഉള്ളത് കൊണ്ട് തന്നെ BTCയിലെ ട്രേഡ് ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ ട്രേഡ് ചെയ്തില്ല. BTC ആ ഒരു ഏരിയയിൽ ഡൗൺ സൈഡിലേക്കും ട്രേഡ് നോക്കാൻ പറ്റിയൊരു ഏരിയയാണ് അവിടെ BTCയിൽ. ഇതിപ്പോൾ വേറെ പ്രശ്നമുണ്ട്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ഒരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഇവിടെയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എടുത്തതിന് ശേഷം ക്രിയേറ്റ് ചെയ്താട്ടോ. അത് ടാപ്പ് ചെയ്യുമ്പോൾ അപ്പ് സൈഡിലേക്ക് നോക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഏതായാലും തൊട്ട മുകളിലൊരു ലിക്വിഡിറ്റി ഉണ്ട് ബാങ്കിൽ. അപ്പോൾ അത് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം കേട്ടോ. എക്സിറ്റ് ചെയ്തിട്ട് അപ്പ് സൈഡിലേക്ക് ട്രേഡ് നോക്കുകയാണെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടി നല്ലൊരു ലെവൽ കിട്ടിയിട്ട് ട്രേഡ് എടുക്കാം. അതായിരിക്കും നന്നാവുക. ഇപ്പോൾ 700 സംതിങ് പ്രോഫിറ്റ് ഉണ്ട്. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഏതായാലും ഇതിപ്പോൾ ടാർഗറ്റിലേക്ക് 48,721 വരികയാണെങ്കിൽ പോലും നമുക്കൊരു 1:1 ഒക്കെ ഉണ്ടാവുള്ളൂ മാക്സിമം എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെ 1:2 ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ. ആ എൻട്രി ട്രിഗറായ സമയത്ത് ശരിക്കും അത് അവിടെ ലിക്വിഡിറ്റി ആയിട്ടില്ലായിരുന്നു കേട്ടോ. ഏതായാലും നോക്കാം, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട്. നമുക്ക് 2,100 രൂപ ലോസ് വന്നിട്ടുണ്ട് ഈ ട്രേഡിൽ. എന്താ പറയുക മാർക്കറ്റ് താഴേക്ക് വന്നില്ല, മുകളിലേക്ക് തന്നെ പോയി. നമ്മുടെ എൻട്രി 10:20, 10:26 എക്സിറ്റ്, 432 എൻട്രി, 412 SL. കുഴപ്പമില്ല, നമുക്ക് ഇനി നല്ലൊരു അവസരം വരട്ടെ. ഈ 48,721 ടാപ്പ് ചെയ്യണമെങ്കിൽ മുകളിലേക്ക് നോക്കാം. അതായിരിക്കും നന്ന് ക്രിയേറ്റ് ചെയ്തൊരു പ്രൈസ് ലിക്വിഡിറ്റി ഏരിയ അതാണ്. അത് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇനി മുകളിലേക്ക് നോക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിഫ്റ്റിയിലോ വേറെ ഏതിലാണോ നമുക്ക് എൻട്രി തരുന്നത് അതിനനുസരിച്ച് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. സമയം 10:49. നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു അപ്പ് സൈഡിലേക്ക് എൻട്രി നോക്കാൻ പറ്റിയ ഒരു ഏരിയയിലാണ്. 48,721 താഴേക്ക് വരുമ്പോൾ നമുക്ക് മുകളിലേക്ക് എൻട്രി ഓപ്പർച്യൂണിറ്റി നോക്കാം. അതുപോലെ തന്നെ 48,814 മുകളിലേക്ക് നോക്കി പോയാൽ താഴേക്കും നോക്കാം. രണ്ടും ഉണ്ട് അവിടെ. അത് ഏതാണ് ആദ്യം വരുന്നത് അതിനനുസരിച്ച് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. അത് നോക്കുകയാണെങ്കിൽ എൻട്രി എടുക്കാൻ വെച്ചാൽ ടാർഗറ്റ് രണ്ടിലും കുറവാണ്. ഏതിലാണ് ആദ്യം വരുന്നത് വെച്ചാൽ രണ്ടിലും ടാർഗറ്റ് കുറവാണ്. പക്ഷേ ഏതിലാണോ ഞാൻ എൻട്രി എടുക്കുന്നത് അതിൽ ഞാൻ കുറച്ച് 1:5 എബോവ് ടാർഗറ്റിന് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്.
എങ്ങോട്ടാണ് വരുന്നതെന്ന് വെച്ചാൽ മുകളിലേക്ക് വരികയാണെങ്കിൽ താഴേക്ക് വരികയാണെങ്കിൽ മുകളിലേക്ക്, ഏതാണ് അത്. അതുപോലെ നിഫ്റ്റിയിലും ഉണ്ട് കേട്ടോ. നിഫ്റ്റിയിൽ 22,872 താഴേക്ക് വരികയാണെങ്കിൽ മുകളിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി നോക്കാം. നിഫ്റ്റിയിൽ ഇപ്പം അങ്ങനെ നിൽക്കുന്നത്. പക്ഷേ ആ ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റ് വരണം, ബാങ്കിലേക്കും താഴേക്ക് വരണം. കുറച്ചും കൂടെ ഒരു 10 പോയിന്റ് കൂടെ താഴേക്ക് വന്നാൽ നിഫ്റ്റിയിലും നമുക്ക് അപ്സൈഡിലേക്ക് നോക്കാം. ബാങ്കിലും നിഫ്റ്റിയിലും അപ്സൈഡിലേക്ക് ഒരുമിച്ച് എൻട്രി വന്നാൽ നമുക്ക് അപ്സൈഡിലേക്ക് ആദ്യം ട്രേഡ് പ്ലാൻ ചെയ്യാം. അതായിരിക്കും നന്നാവുക. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് എന്താ പറയുക, 48,721 ടാപ്പ് ചെയ്യാതെ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തപ്പോൾ 48,814 എന്നുള്ള അപ്സൈഡ് ലിക്വിഡിറ്റിയാണ് ടാപ്പ് ചെയ്തത്. അപ്പോൾ നമുക്ക് താഴേക്ക് ആദ്യം നോക്കാം. ആദ്യം അവസരം വന്ന് താഴേക്കാണ്, അപ്പോൾ നമുക്ക് താഴേക്ക് നോക്കാം. അതായിരിക്കും നന്നാവുക. ഒരു പുട്ട് ഓപ്ഷനും കൂടെ സെയിം സ്ട്രൈക്ക് തന്നെ എടുത്തിട്ടുണ്ട്. നമുക്കിവിടെ എൻട്രി പ്രൈസൊക്കെ കാണാം 414 412. ചെറിയ ലോസിലാണ് ഇപ്പോൾ. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് തൊട്ടടുത്ത് എൻട്രിൻ്റെ തൊട്ടടുത്താണ്, അപ്സൈഡിലേക്ക് ട്രേഡിൻ്റെ തൊട്ടടുത്താണ് താഴേക്ക് വന്നത്. അതായത് 48,721 ടാപ്പ് ചെയ്തില്ല. എനിക്ക് തോന്നുന്നു 720 വരെയൊക്കെ വന്നിട്ടാണ് പോകുന്നത്. അവിടെ ടാപ്പ് ചെയ്തിരുന്നെങ്കിലേ നമുക്ക് മുകളിലേക്ക് നോക്കാൻ പറ്റുള്ളൂ. ടാപ്പ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് മുകളിലേക്ക് നോക്കാൻ അവസരമില്ല. സെയിം നിഫ്റ്റിയിലും അതുപോലെ തന്നെ കേട്ടോ സംഭവിച്ച്. നിഫ്റ്റിയിൽ ഞാൻ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഏരിയ മാർക്ക് ചെയ്ത് വെച്ചു എന്നല്ലാതെ ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നിട്ടില്ല. അതിൻ്റെ തൊട്ടടുത്ത് നിന്ന് റിവേഴ്സ് ചെയ്തു. രണ്ടിലും മുകളിലേക്ക് നോക്കാനുള്ള എൻട്രി നമുക്ക് തന്നിട്ടില്ല. അപ്പ് സൈഡും ഡൗൺ സൈഡും ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു തൊട്ടടുത്ത്. ഏതിലാണ് ആദ്യം ടാപ്പ് ചെയ്യണം അതിൽ ഞാൻ ട്രേഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പ് സൈഡ് ടാപ്പ് ചെയ്തുകൊണ്ട് ഞാൻ താഴേക്കുള്ള ട്രേഡ് ചെയ്തു. ഇന്നത്തെ ഡേയിലോ നമുക്ക് ടാർഗറ്റായിട്ട് വെക്കാം. അതാണ് അവസ്ഥ. ഇനി ഇത് SL അടിച്ച് കഴിഞ്ഞാൽ അന്നത്തെ പരിപാടി നിർത്തും ചെയ്യും. 2 SL കഴിഞ്ഞാൽ അന്നത്തെ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യും. SL അടിച്ചിട്ടുണ്ട്. സമയം 11 മണി ആയിട്ടുള്ളൂ. കുഴപ്പമില്ല, നാളെ നോക്കാം. നിഫ്റ്റിയിൽ കണ്ടോ, നിഫ്റ്റിയിൽ സെയിം തന്നെ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യാതെയാണ് മുകളിലേക്ക് പറഞ്ഞത്. എന്ത് ചെയ്യാനാ? ഏതായാലും നാളെ നോക്കാം. താങ്ക് യു. 45 ക്വാണ്ടിറ്റി കൂടി SL അടിച്ചിട്ടില്ലല്ലേ, അത് അടിച്ചോളൂ, അത് പഠിച്ചോളൂ. താങ്ക് യു, ബൈ.